ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. സുഹൃത്തുക്കളെ, മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റ് മാറ്റർ. അതായത് നമ്മളുടെ തൊട്ട അയൽ രാജ്യമായിട്ടുള്ള പാകിസ്ഥാൻ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന ഒരു ഷോർട്ട് ടൈം വാറുണ്ടല്ലോ, ഇന്ത്യ പാകിസ്ഥാൻ. അതിനുശേഷം വളരെ ശക്തമായിട്ട് അഗ്രസീവായിട്ട് അവർ ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുന്നു. അത് തീർച്ചയായിട്ടും ഏത് രാജ്യവും അങ്ങനെ ചെയ്യും. അത് പാകിസ്ഥാൻ്റെ അവകാശം, കുഴപ്പമൊന്നുമില്ല, അവരത് ചെയ്യട്ടെ. അപ്പോൾ അങ്ങനൊരു വളരെ മാസീവായിട്ടുള്ള ആയുധവൽക്കരണം പാകിസ്ഥാൻ ചെയ്യുന്നു എന്നുള്ള റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ടോപ്പിക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ വീഡിയോ ചെയ്യുന്നത്. നമുക്കറിയാം, സ്വാഭാവികമായിട്ടും പാകിസ്ഥാൻ ആയുധം കൊടുക്കുന്ന രാജ്യം പ്രത്യേകിച്ച് ചൈനയാണ്. പ്രത്യേകിച്ചല്ല, ഏറ്റവും പ്രധാനമായിട്ട് ചൈനയാണ് അതിൽ. അതുപോലെ തന്നെ രണ്ടാമത് ടർക്കിയാണ്. പിന്നെയും പാകിസ്ഥാൻ പലരിൽ നിന്ന് ആയുധം വാങ്ങിക്കും. ഇപ്പോൾ പണ്ട് അമേരിക്കയിൽ നിന്ന് വാങ്ങിച്ച ഇപ്പോൾ അവരുടെ ഫൈറ്റർ പ്ലെയിൻസൊക്കെ ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പലതരത്തിലുള്ള ആയുധങ്ങളൊക്കെ തന്നെ അമേരിക്കയുടെ അവർ ഉപയോഗിക്കുന്നുണ്ട്, പല പ്ലാറ്റ്ഫോംസ്. പക്ഷേ ഇപ്പം വളരെ റീസെൻ്റ് മീൻസ് കഴിഞ്ഞ കുറേ കാലമായിട്ട് അമേരിക്കയും പാകിസ്ഥാനുമായിട്ട് കാര്യമായിട്ടുള്ള മിലിറ്ററി എന്ന് വെച്ചാൽ അത്യാധുനികമായിട്ടുള്ള മിലിറ്ററി സംവിധാനങ്ങളൊന്നും തന്നെ അമേരിക്ക പാകിസ്ഥാനെ ലഭിക്കുന്നില്ല. പിന്നെ ഈ F-16 ഒക്കെ തന്നെ അപ്ഗ്രഡേഷന് വേണ്ടിയൊക്കെ തന്നെ അവരിപ്പോൾ പാകിസ്ഥാനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കാരണം നമുക്കറിയാം, എപ്പോഴും പാകിസ്ഥാൻ അമേരിക്കയുടെയും അറ്റ് ദ സെയിം ടൈം ചൈനയുടെയും പ്രോക്സി ആയിട്ട്. ഇപ്പം ചൈനയെ സംബന്ധിച്ച് ഇന്ത്യക്കെതിരെ ശക്തമായി ഉപയോഗിക്കാനുള്ളൊരു പ്രോക്സി ആയിട്ടാണ് പാകിസ്ഥാനെ സംബന്ധിച്ച്. പക്ഷേ അമേരിക്കയെ സംബന്ധിച്ച് പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ഉപയോഗിക്കാൻ അത് നമ്പർ 1. അതുപോലെ തന്നെ അവർക്ക് മറ്റ് റീജിയണൽ എന്താണ് പറയുന്നത്, ജിയോ പൊളിറ്റിക്കൽ അവരുടെ ലക്ഷ്യങ്ങളുണ്ട് അമേരിക്കയെ സംബന്ധിച്ച്. പാകിസ്ഥാനെ പ്രോക്സിയായിട്ട് ഉപയോഗിക്കുന്നതിൽ ഇന്ത്യക്കെതിരെ മാത്രമല്ല, ഈവൻ റഷ്യക്കെതിരെയൊക്കെ തന്നെ പാകിസ്ഥാനെ ഉപയോഗിക്കാൻ അമേരിക്ക പണ്ട് മുതലേ പ്രതിജ്ഞാബദ്ധമാണ് ഒരു പ്രോക്സിയായിട്ട്. അപ്പം രണ്ടുപേരും പാകിസ്ഥാനെ പ്രോക്സിയായിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പം പാകിസ്ഥാൻ ഇപ്പോൾ ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം നമുക്കറിയാം, ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യയുടെ പക്കൽ നിന്നും ഇന്ത്യയിൽ നിന്നും ശക്തമായിട്ടുള്ള പ്രഹരം പാകിസ്ഥാൻ ലഭിക്കുകയുണ്ടായി. പാകിസ്ഥാൻ കുറേ കൗണ്ടർ അറ്റാക്കുകൾ, ഡ്രോണുകളും മിസൈലൊക്കെ നമുക്കെതിരെ പ്രയോഗിച്ചെങ്കിലും നമ്മളുടെ വളരെ ശക്തമായിട്ടുള്ള എയർ ഡിഫെൻസ് കൊണ്ടൊക്കെ തന്നെ നമുക്കതിനെ ന്യൂട്രലൈസ് ചെയ്യാനോ അല്ലെങ്കിൽ വലിയ പരിക്കുകളൊന്നും ഇല്ലാതെ നമുക്ക് കഴിഞ്ഞു എന്നുള്ളതും വളരെ ശ്രദ്ധേയമാണ്. പക്ഷേ ഇതുപോലെ ആയിരിക്കത്തില്ല അടുത്തൊരു യുദ്ധം. കാരണം പാകിസ്ഥാൻ പല കാര്യങ്ങൾ ഈ യുദ്ധത്തിൽ നിന്ന് പഠിക്കുകയും മനസ്സിലാക്കുകയും അവരുടെ സ്ട്രെങ്തും വീക്ക്നെസ്സും ഒക്കെ തന്നെ അവർക്ക് മനസ്സിലാക്കാൻ കഴിയുകയും അടുത്ത യുദ്ധത്തിൽ അവർ തീർച്ചയായിട്ടും ഇപ്പോൾ ഉപയോഗിച്ച തന്ത്രങ്ങളായിരിക്കത്തില്ല, വളരെ മാസീവായിട്ടുള്ള ഡ്രോൺ മിസൈൽ അറ്റാക്കുകളൊക്കെ ഇന്ത്യക്കെതിരെ എന്താണ് പറയുന്നത് പ്രയോഗിക്കാനുള്ള സാധ്യതകളോ ഇന്ത്യ മുന്നേ കൂട്ടി കാണുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇപ്പോൾ കഴിഞ്ഞ യുദ്ധത്തിൽ ഉണ്ടായ പോലുള്ള ഒരു ഡൈനാമിക്സ് ആയിരിക്കത്തില്ല ഇനിയും ഉണ്ടാകാൻ സാധ്യതയുള്ള യുദ്ധം നടക്കത്തില്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ നമുക്ക് യുദ്ധം ഉണ്ടാകുമ്പോൾ പാകിസ്ഥാൻ നമുക്കെതിരെ ഓപ്പറേഷൻ സിന്ദൂറിൽ അവർ എടുത്ത നിലപാടായിരിക്കത്തില്ല. വളരെ ശക്തമായിട്ടുള്ള മാസീവായിട്ടുള്ള ഈ പറഞ്ഞ UAVs എന്ന് വെച്ചാൽ ഡ്രോണുകൾ, മിസൈലുകളൊക്കെ തന്നെ അവർ ഉപയോഗിക്കാൻ. അപ്പോൾ അതിനുവേണ്ടി അവർ ശക്തമായിട്ട് വളരെ അഗ്രസീവായിട്ടുള്ള മിലിറ്ററി മോഡേണൈസേഷൻ എന്നാണ് പറയുന്നത്. മിലിറ്ററി മോഡേണൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, പറ്റാവുന്നിടത്തോളം ചൈനയിൽ നിന്നും ടർക്കിയിൽ നിന്നൊക്കെ തന്നെ ഈ പറഞ്ഞ വ്യത്യസ്തമായിട്ടുള്ള വെപ്പൺസ് പ്ലാറ്റ്ഫോംസ് അവർ മേടിച്ച് കൂട്ടുന്നുണ്ട്. അത് ഡ്രോൺസ്, അതുപോലെ തന്നെ ലോങ് റേഞ്ച് പ്രിസിഷൻ സ്ട്രൈക്ക് സിസ്റ്റംസ്, അതുപോലെ തന്നെ ചൈനയുടെ വെപ്പൺ പ്ലാറ്റ്ഫോം, ഇതൊക്കെ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ടർക്കിയിൽ നിന്നുമുണ്ട്. ടർക്കിയിൽ നിന്ന് പ്രധാനമായിട്ടും ഡ്രോണുകളാണ്. കാരണം ടർക്കി ഡ്രോണിൻ്റെ നിർമ്മാണത്തിൽ ഏറ്റവും മുൻപന്തിൽ നിൽക്കുന്ന രാജ്യമാണ്. ഏറ്റവും അത്യാധുനികമായിട്ടുള്ള ഡ്രോണുകൾ നിർമ്മിക്കാൻ കഴിവുള്ള രാജ്യമായിട്ട് ടർക്കി മാറിയിട്ടുണ്ട്. അപ്പം ഈ ഡിഫൻസ് സെക്യൂരിറ്റി എസ്റ്റാബ്ലിഷ്മെൻറ്റിൽ നിന്നുള്ള ചില സോഴ്സിൽ നിന്നാണ് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് അവരുടെ ഈ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോംസും അതുപോലെ തന്നെ എമർജിങ് ടെക്നോളജിയൊക്കെ തന്നെ ഉപയോഗിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് അവരിപ്പോൾ ഈ പറഞ്ഞ ആയുധവൽക്കരണം നടത്തുന്നത്. അത് ഇൻവെസ്റ്റ്മെൻറ്റ്, മിസൈല്, ആർട്ടിലറി, അതുപോലെ തന്നെ ലോയിറ്ററിങ് മ്യൂണിഷൻസ്, ഡ്രോണുകളൊക്കെ തന്നെയാണ്. അതുപോലെ അൺമാൻഡ് സിസ്റ്റം, അതെല്ലാം ഡ്രോണുകളുടെ കാര്യത്തിലാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് കൂടുതൽ. കാരണം ഇനി നമുക്കറിയാം, ഇപ്പോൾ നടക്കുന്ന യുദ്ധങ്ങളും ഭാവിയിലുണ്ടാകുന്ന യുദ്ധങ്ങളെല്ലാം തന്നെ കൂടുതൽ ഇതുപോലുള്ള അൺമാൻഡ് ഏരിയൽ വെപ്പൺസൊക്കെ ഉപയോഗിച്ചാൽ കൂടുതലും ഡ്രോണുകൾ അതുപോലുള്ള യുദ്ധ രീതികളൊക്കെ തന്നെ ആയിരിക്കും.
അപ്പോൾ ഈ പറഞ്ഞ പ്ലാന്റ് മോഡേണൈസേഷൻ, റീസ്ട്രക്ചറിങ് എന്ന് വെച്ചാൽ അവരുടെ സേനയെ കൂടുതൽ ശക്തമാക്കുന്നത് അല്ലെങ്കിൽ സജ്ജമാക്കുന്നത്. അപ്പോൾ അതിനകത്തിൽ അവർ ഈ സ്റ്റെൽത്ത് ഫൈറ്റേഴ്സ് എന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോക്കകത്ത് പറഞ്ഞു, ചൈനയിൽ നിന്ന് അവർക്ക് ഈ J-35 ആണെന്ന് തോന്നുന്നു കിട്ടാൻ, അല്ലെങ്കിൽ ചൈന കൊടുക്കാൻ J-35 സ്റ്റെൽത്ത് ഫൈറ്റർ. അപ്പോൾ അത് നമുക്ക് എത്രത്തോളം അത് സത്യമല്ല, അത് എത്രത്തോളം ചൈന അതിനകത്തിൽ പ്രതിജ്ഞാബദ്ധമാണെന്ന് നമുക്കറിയത്തില്ല. അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞാണ്. ചൈന ഒരുപക്ഷെ അവർക്കത് കൊടുക്കോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയത്തില്ല, ഈ സ്റ്റെൽത്ത് ഫൈറ്റർ. അതുപോലെ തന്നെ കാരണം കൊടുത്തു കഴിഞ്ഞാൽ എന്താകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്തിലുള്ള വിഷയം, ചൈന ഫേസ് ചെയ്യാൻ പോകുന്നൊരു വിഷയം, ഇപ്പം ചൈനയ്ക്ക് പാകിസ്ഥാനെ സ്റ്റെൽത്ത് ഫൈറ്റർ കൊടുക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. പക്ഷേ കൊടുത്തു കഴിഞ്ഞാൽ ഇന്ത്യ പാകിസ്ഥാൻ ബാലൻസ് ഓഫ് പവറിൽ വല്ലാത്ത ഒരു ഡിസ്റ്റോർഷൻ വരികയും ഇന്ത്യ വളരെ മാക്സിവായിട്ടുള്ള മിലിറ്ററൈസേഷന് ഒരുപക്ഷെ അത് ഇന്ത്യയിൽ മാസീവായിട്ടുള്ള മിലിറ്ററൈസേഷനും അതുപോലെ തന്നെ വെപ്പണൈസേഷനും ഒക്കെ തന്നെ കാരണമാകും എന്നതുകൊണ്ട് ചൈന ഒരു പക്ഷേ അതിനകത്തിൽ പാകിസ്ഥാന് സ്റ്റെൽത്ത് ഫൈറ്റേഴ്സ് കൊടുക്കുമോ, അല്ലെങ്കിൽ കൊടുത്താൽ തന്നെ പെട്ടെന്ന് കൊടുക്കുമോ എന്നൊക്കെ ഉള്ളൊരു സംശയം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റെൽത്ത് ഫൈറ്റർ അതിനെ നമുക്ക് ഒഴിവാക്കാൻ തൽക്കാലം. പിന്നെ മിസൈൽ യൂണിറ്റ്, അൺമാൻഡ് സിസ്റ്റംസ്, സബ്മറൈൻസ്. ഓൾറെഡി ചൈനയും പാകിസ്ഥാനും തമ്മിൽ 8 അഡ്വാൻസ്ഡ് ഈ സബ്മറൈൻസിൻ്റെ ഡീലായിട്ടുണ്ട്. അതിലൊരെണ്ണം ചൈന നിർമ്മിച്ച് നൽകിയിട്ടുണ്ട്. 4 പാകിസ്ഥാനിലും 4 ചൈനയിലും നിർമ്മിച്ച് നൽകാനാണ്. അപ്പോൾ ചൈന പാകിസ്ഥാൻ്റെയും അതുപോലെ തന്നെ ബംഗ്ലാദേശിൻ്റെയൊക്കെ തന്നെ നേവിയെയും മോഡേണൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇന്ത്യൻ ഓഷ്യനിൽ ഇന്ത്യയെ കൗണ്ടർ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ഇന്ത്യക്ക് കൗണ്ടർ ബാലൻസ് ആയിട്ട് ഈ 2 രാജ്യങ്ങളെ ഉപയോഗിക്കാൻ വേണ്ടി ഈ രണ്ട് വശത്ത്, ഒന്ന് കിഴക്കും ഒന്ന് പടിഞ്ഞാറും, ഈ 2 രാജ്യങ്ങളെ കൂടുതൽ ശക്തമാക്കി സ്ട്രെങ്തൻ ചെയ്ത് അവരുടെ മാരിടൈം അല്ലെങ്കിൽ നേവൽ പവേഴ്സ് സ്ട്രെങ്തൻ ചെയ്തിട്ട് ഇന്ത്യക്കെതിരെ ഉപയോഗിക്കാൻ വേണ്ടി ചൈന ഇപ്പോൾ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ 2 രാജ്യങ്ങളുടെ നേവിയെ ചൈന മോഡേണൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് 2 രാജ്യങ്ങൾക്കും ചൈന നല്ല രീതിയിൽ മിലിറ്ററി സപ്പോർട്ട് അല്ലെങ്കിൽ വെപ്പൺസ് സപ്ലൈ ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ സബ്മറൈൻസ്, അപ്പോൾ അതുപോലെ തന്നെ അറ്റാക്ക് ഹെലികോപ്റ്റേഴ്സ്, അതുപോലെ തന്നെ അവരുടെ എയർ ഡിഫൻസ് സിസ്റ്റം, എയർ ഡിഫൻസ് നെറ്റ്വർക്ക്, ഇതൊക്കെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഈ പല വ്യത്യസ്തമായിട്ടുള്ള മേഖലകളിൽ പാകിസ്ഥാൻ അവരുടെ മിലിറ്ററിയെ കൂടുതൽ മോഡേണൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മോഡേണൈസ് ചെയ്യുക എന്ന് പറയുമ്പോൾ അഡ്വാൻസ് ടെക്നോളജിയും ഇമർജിംഗ് ടെക്നോളജിയും ഒക്കെ തന്നെ ഉപയോഗിക്കുകയും അല്ലെങ്കിൽ സ്വായത്തമാക്കുകയും കൂടുതൽ അതുമായിട്ട് ബന്ധപ്പെട്ട വെപ്പൺ സിസ്റ്റവും അല്ലെങ്കിൽ ആർമമെൻറ്റ്സ്, ആമിങ് എന്നുവെച്ചാൽ വെപ്പണൈസേഷൻ, ആയുധവൽക്കരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്തിൽ റിപ്പോർട്ട് അനുസരിച്ചിട്ട് പാകിസ്ഥാൻ പദ്ധതി ഇടുന്നുണ്ടെന്നാണ് പറയുന്നത്. അതായത് 1000-ലധികം ഈഹ എന്ന് പറഞ്ഞാൽ YIH, അത് ചൈനയുടെയാണ്, അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾസ്. ചൈനയുടെ അല്ല, ടർക്കിയുടെയാണത്. കാരണം ടർക്കിയിൽ നിന്നൊരു ഡ്രോണുകളൊക്കെ ഇഷ്ടംപോലെ വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ ഡ്രോണുകൾ കൂടുതൽ വാങ്ങിക്കുന്നതിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കെതിരെ ഇനിയൊരു യുദ്ധം ഉണ്ടാകുകയാണെങ്കിൽ ഇന്ത്യക്കെതിരെ വളരെ ശക്തമായിട്ടുള്ള ഡ്രോൺ അറ്റാക്കുകളൊക്കെ തന്നെ നടത്തിയെടുക്കാൻ വേണ്ടിയാണല്ലോ. അപ്പോൾ ഈ ഇന്ത്യ പാകിസ്ഥാൻ ഓപ്പറേഷൻ സിന്ദൂർ സമയത്തൊക്കെ തന്നെ ഇതുപോലുള്ള ഈ ലോയിറ്ററിങ് മുനീഷൻ, ഡ്രോണുകളൊക്കെ തന്നെയാണ് ഏറ്റവും ആ യുദ്ധത്തിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് എന്നൊക്കെയാണ്. അതുപോലെ തന്നെ തീർച്ചയായിട്ടും അവരുടെ ഇപ്പോഴത്തെ 5 മിലിറ്ററി ആർട്ടിലറി റെജിമെൻറ്റ്സിനെ മിസൈൽ റെജിമെൻ്റാക്കി മാറ്റുവാനും അവർക്ക് പദ്ധതിയുണ്ട്. അത് നേരത്തെ നമ്മൾ ചർച്ച ചെയ്താന്ന് തോന്നുന്നു. കാരണം എന്നുവെച്ചാൽ എക്സ്ക്ലൂസീവായിട്ടുള്ള മിലിറ്ററി മിസൈൽ ഫോഴ്സിനെ, അത് ചൈനയ്ക്കൊക്കെ ഉണ്ട്, ഇറാനുണ്ട്. അപ്പോൾ ഇന്ത്യ അതിനെക്കുറിച്ച് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പാകിസ്ഥാൻ ഇങ്ങനൊരു പദ്ധതി ആവിഷ്കരിക്കുന്നതുകൊണ്ട് ഇന്ത്യയും അതിനെക്കുറിച്ച്, അല്ലെങ്കിൽ ഇന്ത്യക്കും ശക്തമായിട്ടുള്ളൊരു മിസൈൽ റെജിമെൻറ്റ് വേണം എന്നൊക്കെ ഉള്ളതിനെക്കുറിച്ച്, കാരണം ചൈനയ്ക്ക് ഓൾറെഡി ഉണ്ട്, വളരെ പവർഫുള്ളായിട്ട് ഉണ്ട്. അപ്പോൾ അത് പാകിസ്ഥാൻ അതിനെക്കുറിച്ച് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ തീർച്ചയായിട്ടും അത് എക്സിക്യൂട്ട് ചെയ്യും, കമ്മീഷൻ ചെയ്യുന്നുള്ള കാര്യത്തിൽ സംശയങ്ങളൊന്നുമില്ല. ഇന്ത്യയിൽ അത് നമുക്കറിയാം, തീരുമാനങ്ങളൊക്കെ എടുത്ത് വരുമ്പോഴത്തേക്ക് കുറേ കാലം കഴിയും. അപ്പോൾ ചൈനയും ടർക്കിയുമാണ് പാകിസ്ഥാൻ്റെ പ്രധാനപ്പെട്ട മേജർ വെപ്പൺ സപ്ലയേഴ്സ്. പാകിസ്ഥാൻ്റെ 80% മുകളിൽ വെപ്പൺസും സപ്ലൈ ചെയ്യുന്നത് ചൈനയാണ്. അല്ലെങ്കിൽ പാകിസ്ഥാൻ ചൈനയിൽ നിന്നാണ് അവരുടെ മിലിറ്ററിക്ക് ആവശ്യമായിട്ടുള്ള 80% ഏറെയും ആയുധങ്ങൾ ഇമ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ 2 രാജ്യങ്ങളാണ്. പിന്നെ
നെതർലാൻഡ്സൊക്കെ കൊടുക്കുന്നുണ്ട് പാകിസ്ഥാന് പല രീതിയിലുള്ള ആയുധങ്ങളാണ്. വളരെ അത് പിന്നീടേ ഉള്ളൂ. ചൈനയും പാകിസ്ഥാനും കഴിഞ്ഞ് മാത്രമേ ഉള്ളൂ. ചൈനയും ടർക്കിയാണ് പാകിസ്ഥാന് പ്രധാനപ്പെട്ട ആയുധങ്ങൾ കൊടുക്കുന്ന രണ്ട് രാജ്യങ്ങൾ. 80% ചൈനയിൽ നിന്നും ബാക്കി രണ്ടാം സ്ഥാനത്ത് ടർക്കിയാണ് പാകിസ്ഥാൻ സപ്ലൈ ചെയ്യുന്നത് ആയുധങ്ങൾ. പിന്നെ നെതർലാൻഡ്സ് ഇതുപോലുള്ള രാജ്യങ്ങളൊക്കെ തന്നെ കൊടുക്കുന്നുണ്ട്. ടർക്കി പ്രധാനമായിട്ടും UAVs എന്ന് പറയുന്നത് അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾസ്, അല്ല ഡ്രോൺസ് അതുപോലുള്ള സംവിധാനങ്ങളൊക്കെ തന്നെയാണ് ടർക്കി പാകിസ്ഥാൻ നൽകുന്നത്. ചൈന പിന്നെ ബാക്കിയുള്ള വെപ്പൺ സിസ്റ്റംസ് എല്ലാം തന്നെ, അതിപ്പം ഫൈറ്റ് എയർക്രാഫ്റ്റ് മുതൽ ആർട്ടിലറി, എയർ ഡിഫൻസ്, അതുപോലെ തന്നെ സബ്മറൈൻസ്, ഇതെല്ലാം തന്നെ ചൈന പാകിസ്ഥാൻ നൽകുന്നുണ്ട്. അപ്പം ടർക്കി വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള വെപ്പൺ സിസ്റ്റംസ് നൽകുമ്പോൾ ചൈന ഒരു ബ്രോഡ് റേഞ്ചിൽ അല്ലെങ്കിൽ ബ്രോഡ് സ്കെയിലിൽ പാകിസ്ഥാന് നമുക്ക് A to Z എന്ന് പറയുന്നത്. കാരണം ഫൈറ്റർ ജെറ്റ് നൽകുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ബാക്കി എല്ലാ വെപ്പൺ സിസ്റ്റംസും അതിന് താഴെ വരത്തുള്ളൂ. സബ്മറൈൻസ് കൊടുക്കുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ ഈ എയർ ഡിഫൻസ് സിസ്റ്റംസ്, ഈവൻ ഡ്രോണുകൾ, മിസൈലുകൾ ഒക്കെ തന്നെ ചൈന പാകിസ്ഥാന് സപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ 80% ഒരു രാജ്യത്തിൻ്റെ, ഇത്രയും വലിയൊരു രാജ്യത്തിൻ്റെ 80% മുകളിൽ അവരുടെ മിലിറ്ററി സപ്ലൈസ് ഒരു രാജ്യമാണ് നൽകുന്നതെന്ന് പറയുമ്പോൾ അതിൻ്റെ വ്യാപ്തി നമുക്ക് ആലോചിച്ച് നോക്കാമെന്നല്ലോ ശരിക്കും പറഞ്ഞത്. അപ്പോൾ ഏകദേശം 40 ഈ J-35 സ്റ്റെൽത്ത് ഫൈറ്റർ പാകിസ്ഥാനിന് ചൈനയിൽ നിന്ന് ലഭിക്കും. ഏകദേശം 2026 അവസാനത്തോടു കൂടി അത് ലഭിക്കുമെന്നാണ് പൊതുവെയുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. പക്ഷേ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് നമുക്കൊരു ഇൻഫർമേഷൻ ഇതുവരെയില്ല. ചൈനയുടെ ഭാഗത്തുനിന്നോ പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്നോ ഒഫീഷ്യലായിട്ടൊന്നും നമുക്കിതിലൊന്നും അറിയാൻ സാധിച്ചിട്ടില്ല, റിപ്പോർട്ടുകളൊക്കെ വിടുന്നത്. അപ്പോൾ അതുകൊണ്ട് അഥവാ ലഭിക്കുകയാണെങ്കിൽ അത് ഇന്ത്യയെ സംബന്ധിച്ച് വലിയൊരു ഡിസഡ്വാൻറ്റേജ് ആയിരിക്കും. നമുക്കറിയാം സ്റ്റെൽത്ത് നമ്മുടെ കയ്യിൽ ഒരെണ്ണം പോലും ഇല്ല. നമുക്കാരും തരാൻ തയ്യാറാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ F-35 അമേരിക്ക തരാമെന്ന് പറഞ്ഞു. പക്ഷേ നമുക്കറിയാം അതൊക്കെ മേടിച്ച് വരുമ്പോഴത്തേക്കും അതൊന്നും നമുക്ക് അഫോർഡ് ചെയ്യാൻ കഴിയുന്നില്ല. അമേരിക്കയുടെ F-35 എന്നും പറഞ്ഞു പല കാരണങ്ങളുണ്ട്. റഷ്യയുടെ Su-57 അല്ലേ, അതായാലും സ്റ്റെൽത്ത് അല്ല, നമുക്ക് തീർച്ചയായിട്ടും സ്റ്റെൽത്തിൻ്റെ ക്വാളിറ്റി ഒന്നുമില്ല. പിന്നെ ബാക്കി രാജ്യങ്ങൾ നമുക്ക് പ്രത്യേകിച്ച് സ്റ്റെൽത്ത് എയർക്രാഫ്റ്റ് ഉള്ള രാജ്യങ്ങളൊന്നുമില്ല, സ്വന്തമായിട്ട് ഉള്ള രാജ്യങ്ങളൊന്നും. അമേരിക്കയും ചൈനയും ഈവൻ വേണമെങ്കിൽ റഷ്യയ്ക്ക് അവരുടെ Su-57 വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് ഒന്നുപോലും സ്റ്റെൽത്ത് ഇല്ല. അപ്പോൾ ആ ഒരു കണ്ടീഷനിൽ പാകിസ്ഥാന് 40 ചൈനയിൽ നിന്ന് ലഭിക്കുകയാണെങ്കിൽ, ഫ്ലൈ എവേ കണ്ടീഷനിൽ എന്നുവെച്ചാൽ റെഡിമെയ്ഡായിട്ട് അവർക്ക് ലഭിക്കുകയാണെങ്കിൽ അത് വലിയൊരു ബാലൻസ് ഓഫ് പവർ നമുക്ക്, അല്ലെങ്കിൽ അവർക്ക് വലിയൊരു എയർ സുപ്പീരിയോറിറ്റി അവർക്ക് ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നമ്മളൊരു സ്റ്റെൽത്ത് സ്വന്തമായിട്ട് ഉണ്ടാക്കാനൊക്കെ തീരുമാനിച്ച് വരുന്നതേ ഉള്ളൂ. അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സേനയ്ക്ക് ലഭ്യമാകുമ്പോഴേക്കും 1 ദശാബ്ദത്തിന് മുകളിലൊക്കെ സമയമെടുക്കും. നമുക്കറിയാം ഇന്ത്യയിൽ അത് എങ്ങനെയാണ് സംഭവിക്കുന്നുള്ളത് നമുക്കറിയാം. അപ്പം ഈ പറഞ്ഞ ഒരു കാര്യം സഫലീകരിക്കുകയാണെങ്കിൽ, എന്ന് വെച്ചാൽ ഈ ഒരു കാര്യം സംഭവിക്കുകയാണെങ്കിൽ പാകിസ്ഥാൻ്റെ എയർഫോഴ്സ് 5th ജനറേഷൻ കേപ്പബിലിറ്റി ലഭിക്കുകയും അത് ഇന്ത്യയുമായിട്ട് തുലനം ചെയ്യുമ്പോൾ എയർ സുപ്പീരിയോറിറ്റി ഉണ്ടെങ്കിൽ ആ ഒരു ബാലൻസ് ഓഫ് പവർ അവർക്ക് ഫേവറബിൾ ആവുകയും ചെയ്യും എന്നുള്ളത് സംശയമൊന്നുമില്ല. അതുപോലെ തന്നെ പാകിസ്ഥാൻ അവരുടെ ഹൈ എനർജി ലേസർ വെപ്പൺ ചൈനയിൽ നിന്ന് ടെക്നോളജി ഉപയോഗിച്ച് നിർമ്മിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അത് ഈ കൗണ്ടർ ഡ്രോണിനെ പ്രതിരോധിക്കാൻ വേണ്ടിയുള്ള ടെക്നോളജിയാണ് അതുപോലെ തന്നെ ഫ്യൂച്ചർ എയർ ഡിഫൻസ് കേപ്പബിലിറ്റി, ഇതൊക്കെ തന്നെ പാകിസ്ഥാൻ ശ്രദ്ധിക്കുന്നുണ്ട് ഇപ്പോൾ. എന്നുവെച്ചാൽ ഇന്ത്യക്കെതിരെ ഏത് വിധേനയും അവർ ഇനിയും അടുത്തൊരു ഓപ്പറേഷൻ സിന്ദൂർ ഉണ്ടാണെങ്കിൽ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന പ്രതികരണം ഇതുപോലെ ആയിരിക്കത്തില്ല എന്ന് പാകിസ്ഥാൻ നന്നായിട്ടറിയാം. അപ്പോൾ അതിനെ എല്ലാ രീതിയിലും പ്രതിരോധിക്കുവാനും അതുപോലെ തന്നെ മാസീവായിട്ടുള്ള കൗണ്ടർ അറ്റാക്ക് നടത്തുവാനും ഒക്കെ തന്നെ പാകിസ്ഥാൻ കോപ്പ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് നമുക്കിതൊന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള വെപ്പൺ സിസ്റ്റംസും വ്യത്യസ്തമായിട്ടുള്ള ഈ ആയുധവൽക്കരണമൊക്കെ തന്നെ പാകിസ്ഥാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 2025 പാകിസ്ഥാന് 43 അറ്റാക്ക് ഹെലികോപ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അതിനകത്തിലെ 38 കോബ്ര ഹെലികോപ്റ്റേഴ്സ്, ചില അതിൻ്റെ വിവരങ്ങളൊക്കെ തന്നെ ഉണ്ടാകുമല്ലോ. 4 Mi-35M ഹെലികോപ്റ്റേഴ്സ്, 1
10 ME. അപ്പോൾ ഇങ്ങനെയുള്ള വ്യത്യസ്തമായുള്ള ഹെലികോപ്റ്റേഴ്സൊക്കെ ഉണ്ട്. അപ്പം 43 അറ്റാക്ക് ഹെലികോപ്റ്റേഴ്സ് അവരുടെ പക്കൽ 2025 ഉണ്ട്. അപ്പോൾ ഈ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞതിന് ശേഷം അവരുടെ ഈ കോബ്ര ഫ്ലീറ്റിനെ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി, പിന്നെ അതുപോലെ തന്നെ ചൈനയിൽ നിന്നും ഈ പറഞ്ഞ അറ്റാക്ക് ഹെലികോപ്റ്റേഴ്സ് ഒക്കെ തന്നെ മേടിക്കാനൊക്കെ ഉള്ള പ്ലാൻ അവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാ രീതിയിലും അവർ അവരുടെ സേനയെ എന്താണ് പറയുന്നത്, ഈ സേനാ വിന്യാസം എന്ന് പറഞ്ഞാൽ പറയാം. സേനാ വിന്യാസം എന്ന് പറയുമ്പോൾ സേന വിന്യസിച്ചിട്ടില്ല, ആയുധവൽക്കരണം വളരെ അതിൻ്റെ ഈ വ്യാപ്തി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ മറ്റ് പല അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി ഉപയോഗിച്ചുള്ള വെപ്പൺ സിസ്റ്റമൊക്കെ തന്നെ, എയർ ഡിഫൻസ് സിസ്റ്റം, അതുപോലെ തന്നെ ഈ വ്യത്യസ്തമായിട്ടുള്ള അറ്റാക്ക് ഹെലികോപ്റ്റേഴ്സ്, ഈ ഇനിയും സ്റ്റെൽത്ത് ഫൈറ്റർ കിട്ടുവാണെങ്കിൽ അത്. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ കണക്കിലെടുക്കുമ്പോൾ പാകിസ്ഥാൻ തീർച്ചയായിട്ടും ഒരു വളരെ പവർഫുള്ളായിട്ടുള്ള മിലിറ്ററി ഫോഴ്സായിട്ട് തന്നെ നിലനിൽക്കും. അല്ലെങ്കിൽ കാരണം പാകിസ്ഥാൻ നമുക്ക് തീർച്ചയായിട്ടും ഇഗ്നോർ ചെയ്യാൻ അല്ലെങ്കിൽ എഴുത്തല്ലാൻ പറ്റാത്തൊരു രാജ്യമാണ്, മിലിറ്ററി പവറാണ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. പാകിസ്ഥാൻ തോക്കും, ഓഫ് കോഴ്സ് നമ്മളുമായിട്ട് യുദ്ധം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും അവരെ നമുക്ക് കോൺക്വർ ചെയ്യാൻ സാധിക്കും. പക്ഷേ ഇപ്പോൾ ചൈനയുടെയൊക്കെ തന്നെ വളരെ ഹോൾസെയിലായിട്ടുള്ള മാസീവായിട്ടുള്ള സപ്പോർട്ട് അടക്കമുണ്ട്. ഇപ്പം നമുക്കറിയാം ഓപ്പറേഷൻ സിന്ധു സമയത്ത് ലൈവ് സാറ്റലൈറ്റ് ഇൻ്റലിജൻസൊക്കെ തന്നെ ചൈന പാകിസ്ഥാന് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ബേസിലും അതിൻ്റെ ബലത്തിലൊക്കെയാണ് പാകിസ്ഥാന് തീർച്ചയായിട്ടും ഇന്ത്യക്കെതിരെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നത് എന്നുള്ള കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കുക. അപ്പം ഈ ആർട്ടിലറിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ റീജിയനിൽ, പ്രത്യേകിച്ച് സൗത്ത് ഏഷ്യൻ റീജിയനിലായിരിക്കും ഏറ്റവും വലിയ ലാർജസ്റ്റ് ഗൺ ഇൻവെൻട്രി ഉള്ള രാജ്യമാണ് പാകിസ്ഥാൻ എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അവരുടെ ആർമി ഇപ്പോൾ 4600 ആർട്ടിലറി സിസ്റ്റംസിന് മുകളിൽ ഉപയോഗിക്കുന്നുണ്ട്. ഏകദേശം 550 സെൽഫ് പ്രൊപ്പൽഡ് ഗൺസ്, 1600 ടോവ്ഡ് ഗൺസ്, 85 മൾട്ടിപ്പിൾ റോക്കറ്റ് ലോഞ്ചേഴ്സ്, അതുപോലെ തന്നെ 2350 മോർട്ടാസ്, ഇങ്ങനെയുള്ള വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള ആയുധങ്ങൾ അവർ ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അതൊക്കെ എല്ലാം നമ്മളിപ്പം അതിനെ ജനറലായിട്ട് നമ്മൾ മനസ്സിലാക്കുക, പാകിസ്ഥാൻ ശക്തമായിട്ട് എന്താണ് ആയുധവൽക്കരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യയും തീർച്ചയായിട്ടും ആയുധങ്ങൾ ഇഷ്ടംപോലെ മേടിക്കുന്നുണ്ട്. അമേരിക്കയിൽ നിന്നും, ഫ്രാൻസിൽ നിന്നും, റഷ്യയിൽ നിന്നും, എവിടെ നിന്നെല്ലാം നമ്മൾ മേടിക്കാവോ അവിടെ നിന്നെല്ലാം നമ്മൾ മേടിക്കുന്നുണ്ട്. വ്യത്യസ്തമായിട്ടുള്ള ഈ പെട്ടെന്ന് മേടിക്കാൻ പറ്റുന്ന ആയുധങ്ങളുണ്ടല്ലോ നമുക്ക് തമ്മിൽ. അതുപോലെ തന്നെ ലോങ് ടൈമിൽ ചില ട്രീറ്റ്, ഇപ്പം ഇന്ത്യയും ജർമ്മനിയും തമ്മിൽ ഈ പറഞ്ഞ പോലെ തന്നെ 8 അഡ്വാൻസ്ഡ് പിന്നെ സബ്മറൈൻസ് നിർമ്മിക്കാനുള്ള കരാറായിട്ടുണ്ട്. പക്ഷേ അത് അല്പം സമയമെടുക്കും. അതുപോലെ തന്നെ ഫ്രാൻസ് വരെ നമ്മൾ 114, 116 റഫേൽ മേടിക്കാനുള്ള കരാറിലേക്ക് നമ്മൾ പോവുകയാണ്. അതുപോലെ തന്നെ റഷ്യയിൽ നിന്ന് നമ്മൾ തീർച്ചയായിട്ടും പലതരത്തിലുള്ള അഡ്വാൻസ്ഡ് വെപ്പൺ പ്ലാറ്റ്ഫോം, ഈ S-400 പോലുള്ള പ്ലാറ്റ്ഫോംസ് ഒക്കെ തന്നെ നമ്മൾ കാലാകാലങ്ങളായിട്ട് നമ്മൾ അക്വയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കയിൽ നിന്ന് നമ്മൾ പലതരത്തിലുള്ള അഡ്വാൻസ്ഡ് വെപ്പൺ പ്ലാറ്റ്ഫോംസ് നമ്മൾ അക്വയർ ചെയ്യുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ഇപ്പം പല രാജ്യങ്ങളും നമ്മൾ മേടിക്കുന്നുണ്ടായിരിക്കാം. ഒരു രാജ്യത്തുനിന്ന് മാത്രം ഇസ്രായേൽ വിട്ടുപോയി. ഇസ്രായേലിൽ നിന്ന് നമ്മൾ തീർച്ചയായിട്ടും വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പലതരത്തിലുള്ള വെപ്പൺസ് നമ്മൾ മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. അറ്റ് ദ സെയിം ടൈം നമ്മളുടെ ഇൻറ്റേർണൽ ആഭ്യന്തരമായിട്ടുള്ള ഇൻഡിജിനസ് ആയിട്ടുള്ള നമ്മുടെ ഡിഫൻസ് പ്രൊഡക്ഷനും വളരെ സജീവമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളോട് പരിഗണിക്കുമ്പോഴും ഇന്ത്യയും തീർച്ചയായിട്ടും പാകിസ്ഥാനേക്കാളിലും വളരെ എന്താണ് ദ്രുതഗതിയിലും അല്ലെങ്കിൽ വളരെ വേഗത്തിലും അതുപോലെ തന്നെ വളരെ അഗ്രസീവായിട്ടും നമ്മളും ഈ മോഡേണൈസേഷനും എന്ന് പറയുന്ന ഈ വെപ്പണൈസേഷൻ എന്താണ് ആർമിങ് ആയുധവൽക്കരണം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നമുക്ക് പാകിസ്ഥാൻ മാത്രമല്ല ചൈനയും തൊട്ടപ്പുറത്തുണ്ട് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടാണ്. ഇപ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ച് അവരുടെ പ്രധാന വെല്ലുവിളി ഇന്ത്യ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ചൈനയെ സംബന്ധിച്ചും ഈ ബോർഡർ വരുമ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യ എന്ന് പറയുന്ന വെല്ലുവിളി മാത്രമേ ഉള്ളൂ. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ച് പാകിസ്ഥാനുണ്ട്, ചൈനയുണ്ട്. രണ്ടുപേരും രണ്ടായിട്ടല്ല, രണ്ടുപേരും കമ്പൈൻഡ് ആയിട്ടാണ്, ഇൻ്റഗ്രേറ്റഡ് ആയിട്ടാണ്. അവിടെ തീർച്ചയായിട്ടും ഇന്ത്യ നേരിടുന്ന വെല്ലുവിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലിയൊരു വെല്ലുവിളിയാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇന്ത്യയുടെ സേനയുടെ ശക്തി വർദ്ധിപ്പിക്കുവാനും അല്ലെങ്കിൽ ഈ പറഞ്ഞ ആയുധവൽക്കരണം നടത്തുവാനൊക്കെ തന്നെ വളരെ ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. അത് നമ്മൾ നടത്തുന്നുണ്ട് എന്നുള്ള കാര്യവും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. അപ്പം ഓപ്പറേഷൻ സിന്ധു സമയം നമുക്കറിയാം പാകിസ്ഥാൻ പ്രധാനമായിട്ട് ഉപയോഗിച്ച് ചൈനീസ് ഒറിജിൻ, ടർക്കി ഒറിജിൻ, പിന്നെ
ആയുധങ്ങളൊക്കെ തന്നെയാണ്. അതിൽ പ്രധാനമായിട്ടും നമ്മുടെ ഈ ക്രോസ് ബോർഡർ ഫയറിങ്ങിന് വേണ്ടി, അതായത് രജൗരി, പൂഞ്ച് ഇതുപോലുള്ള ഈ സ്ഥലങ്ങളിലേക്ക് നമ്മുടെ സിവിലിയൻസിനെതിരെയൊക്കെ അവർ ഈ ടാർഗറ്റ് ചെയ്തത് ചൈനീസ് ഒറിജിൻ ആർട്ടിലറി സിസ്റ്റം കൊണ്ടാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അവരുടെ ഈ പറഞ്ഞ സിസ്റ്റംസൊക്കെ തന്നെ, ആർട്ടിലറി സിസ്റ്റമൊക്കെ തന്നെ അവർ സ്ട്രെങ്തൻ ചെയ്യുവാൻ വളരെ ശുഷ്കാന്തി കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചൈനയിൽ നിന്നും വളരെ അഡീഷണൽ ആയിട്ടുള്ള ഇമ്പോർട്ടുകൾ ഈ പറഞ്ഞ ആർട്ടിലറിയൊക്കെ തന്നെ, അതായത് സെൽഫ് പ്രൊപ്പൽഡ് ഗൺസ്, അതുപോലെ തന്നെ ഈ പറഞ്ഞ ആർട്ടിലറിയായിട്ട് ബന്ധപ്പെട്ട വ്യത്യസ്തമായിട്ടുള്ള ആയുധങ്ങളൊക്കെ തന്നെ ചൈനയിൽ നിന്ന് അവർ വളരെ മാസീവ് നമ്പേഴ്സിൽ അവർ അക്വയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതെല്ലാം എന്താണ് സൂചിപ്പിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, പാകിസ്ഥാൻ കൃത്യമായിട്ട് ഇന്ത്യയിൽ നിന്ന് മറ്റൊരു ഓപ്പറേഷൻ സിന്ദൂർ 2 പ്രതീക്ഷിക്കുന്നുണ്ട്. അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് മാത്രമല്ല, അത് ഓപ്പറേഷൻ സിന്ദൂർ 1 കൂടുതൽ പ്രഹരശേഷി ഉള്ളതായിരിക്കും. കാരണം നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറിൽ ശരിക്കും നമ്മൾ നേവിയൊന്നും ആക്ടിവേറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഇനി അടുത്തുള്ളൊരു ഓപ്പറേഷൻ സിന്ദൂർ 2 തീർച്ചയായിട്ടും ഇന്ത്യ നേവിയെ കൂടെ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു എന്താണ് പറയുക, ഫുൾ ഫ്ലഡ്ജ് വാറിലേക്ക് മാറുവാനും ഒരുപക്ഷെ ഈ 2, 3, 4 ദിവസം നീണ്ടുനിന്ന യുദ്ധം പോലെ ആയിരിക്കത്തില്ല അടുത്ത ഓപ്പറേഷൻ സിന്ദൂർ എന്നുള്ളത് കൃത്യമായിട്ട് പാകിസ്ഥാൻ അറിയാവുന്നതുകൊണ്ട് അവർ അവരുടെ സിവിലിയൻ പോപ്പുലേഷൻ എല്ലാം മറന്നുകൊണ്ട് അവരുടെ കയ്യിൽ കിട്ടുന്ന പൈസ മൊത്തം മിലിറ്ററിക്ക് വേണ്ടി മാത്രം സ്പെൻഡ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട ചില വിവരങ്ങൾ. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പാകിസ്ഥാൻ വളരെ അഗ്രസീവായിട്ട്, വളരെ ശക്തമായിട്ട് അവരുടെ ആയുധവൽക്കരണം ഇന്ത്യക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ അവരേറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് ചൈനയും ടർക്കിയുമാണ് എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഇപ്പോഴും അവർ ആ ഒരു ട്രെൻഡ് അല്ലെങ്കിൽ ആ ഒരു പാറ്റേൺ തുടർന്നുകൊണ്ടിരിക്കുന്നു. കൂടുതൽ ആയുധങ്ങൾ ടർക്കിയിൽ നിന്നും ചൈനയിൽ നിന്നും അവർ വാങ്ങിക്കൂട്ടുന്നു എന്നുള്ള ഒരു തെളിവാണ് നമുക്ക് ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തൽക്കാലം ഷെയർ ചെയ്യാനുള്ളത്. വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണുന്നവരെല്ലാവർക്കും നന്ദി, നമസ്കാരം, ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ.